Hey Siri, everything you want to know about Apple. Hi everyone, this is Abin from Evika. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഐഫോണിൻ്റെ ഹിസ്റ്ററിയെ പറ്റി അല്ലെങ്കിൽ ഐഫോണിൻ്റെ ഒരു ഇൻഡസ്ട്രി ലീഡിങ് ചേഞ്ചുകളുള്ള ഐഫോണുകളെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നത് ആപ്പിളിൽ അല്ലെങ്കിൽ മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ യൂട്യൂബേഴ്സ് ആരും പറയാത്ത ഒരു കാര്യം ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയും ചെയ്യണം. അതിനു മുമ്പ് ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും വാൾപേപ്പേഴ്സും നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. ഈ ഒരു വീഡിയോ കോണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ എല്ലാ ആപ്പിൾ യൂസേഴ്സിൻ്റെ കയ്യിലും ഒരു സെയിം ഡിസൈൻ അല്ലെങ്കിൽ സെയിം പാറ്റേൺ ആയിട്ടുള്ള ഒരു ഐഫോൺ ആയിരിക്കില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഐഫോൺ 11 or 12 ആണെങ്കിൽ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ആ ഒരു സെയിം ഡിവൈസ് ആയിരിക്കില്ല അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു വീഡിയോയിൽ എനിക്ക് തോന്നിയ കുറച്ച് ഒരു ഇൻഡസ്ട്രി ലീഡിങ് റെവല്യൂഷൻ കൊണ്ടുവന്ന ഐഫോണിൻ്റെ കുറച്ച് ഹിസ്റ്ററിയാണ് പറയുന്നത്. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളിൽ പഠിച്ച ഹിസ്റ്ററി അല്ല, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ ഹിസ്റ്ററി. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇനി പറയാൻ പോകുന്ന കുറച്ച് ഡിവൈസുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് കൊടുക്കുകയോ കളയുകയോ ചെയ്യരുത്. അതിൻ്റെ ആ വാല്യൂ ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഏറ്റവും ആദ്യത്തെ ഡിവൈസ് എന്ന് പറയുന്നത് ഒറിജിനൽ ഐഫോണാണ്. ഒറിജിനൽ ഐഫോൺ എന്ന് പറയുന്നത് 2007 നമ്മുടെ സ്വന്തം ഈ പറഞ്ഞ ഐഫോണിൻ്റെ അല്ല, എല്ലാ ആപ്പിൾ പ്രൊഡക്റ്റിൻ്റെയും സോൾ ദ വൺ ആൻഡ് ഓൺലി സ്റ്റീവ് ജോബ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഐഫോൺ ഒറിജിനൽ എന്ന് പറഞ്ഞ ആ ഒരു ഡിവൈസ് ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരുടെയും കയ്യിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ അൺഫോർച്യുനേറ്റ് നമുക്ക് ഉണ്ടാവില്ല. പക്ഷേ ആ ഒരു ഡിവൈസ് ഉള്ള കൂട്ടുകാരോ പാരൻസോ ഫ്രണ്ട്സോ ആരുടെ കയ്യിലുണ്ടെങ്കിലും ആ ഒരു ഡിവൈസ് കൊടുക്കരുത്. കാരണം അതാണ് ഈ പറഞ്ഞ സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിയിൽ റെവല്യൂഷണറി ആയിട്ട് വന്ന ഒരു ഡിവൈസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിവൈസുള്ള എല്ലാ കൂട്ടുകാരും ഒരിക്കലും ആ ഒരു ഫോൺ നശിപ്പിക്കുകയോ കളയുകയോ ചെയ്യരുത്. നമ്മുടെ രണ്ടാമത്തെ ഡിവൈസ് എന്ന് പറയുന്നത് iPhone 5s ആണ്. എന്തുകൊണ്ട് 5s എന്ന് പറയാൻ കാരണം ഐഫോൺ ഹിസ്റ്ററി എന്ന് പറയണ്ട, ഈ പറഞ്ഞ സ്മാർട്ട് ഫോൺ ഹിസ്റ്ററി തന്നെ ഒരു അടിപൊളി ഫിംഗർ പ്രിൻറ്റിൻ്റെ സ്കാനർ വന്നത് ഐഫോണിലായിരുന്നു. നമ്മുടെ ഈ പറയുന്ന ഫിംഗർ ഐ ഡി അല്ലെങ്കിൽ ടച്ച് ഐ ഡി എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ iPhone 5sലാണ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇൻഡസ്ട്രി ലീഡിങ് ആയിട്ട് ഒരു റെവല്യൂഷണൽ ഡിവൈസ് കൊണ്ടത് iPhone 5s ആണ്. അടുത്ത് വരുന്ന ഡിവൈസ്, അതായത് മൂന്നാമത്തെ ഡിവൈസാണ് iPhone 5C എന്ന് പറയുന്നത്. ഐഫോൺ എല്ലാ മോഡലും വരുന്നത് ഒന്നെങ്കിൽ അലൂമിനിയം അല്ലെങ്കിൽ സ്റ്റീല് ഈ പറഞ്ഞ മോഡലിലേക്കാണ്. ഇപ്പോൾ നമുക്ക് ഗ്ലാസ് ബാക്കൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഒരു ഫുള്ളി പ്ലാസ്റ്റിക് ബോഡിയിൽ വരുന്ന ഒരേ ഒരു ഡിവൈസ് ഐഫോണിലുള്ളൂ. അതാണ് iPhone 5C എന്ന് പറയുന്നത്. 5Cയിൽ പല കളേഴ്സിൽ ഐഫോൺ റിലീസ് ചെയ്തായിരുന്നു. ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, വൈറ്റ് ഉണ്ട്. എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും iPhone 5Cയുടെ പൗച്ചിന്, അതായത് ഒഫീഷ്യൽ പൗച്ചിന് നല്ല ഡിമാൻഡ് ഉണ്ട്. ഒഫീഷ്യൽ പൗച്ചിന് നമ്മുടെ ആമസോണിലൊക്കെ കിട്ടുന്നു. അതുകൊണ്ട് തന്നെ ഐഫോൺ ഹിസ്റ്ററിയിൽ ഫുള്ളി പ്ലാസ്റ്റിക് ബോഡി ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഐഫോണാണ് ഈ പറഞ്ഞ iPhone 5C എന്ന് പറയുന്നത്. നമ്മുടെ നാലാമത്തെ ഡിവൈസാണ് എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് തോന്നിയതും പക്ഷേ അതിൻ്റെ കൂടെ ഒരു ഇൻഡസ്ട്രി റെവല്യൂഷനായിട്ട് വന്ന ഡിവൈസാണ് iPhone 7 Plus എന്ന് പറയുന്നത്. കാരണം ഐഫോൺ ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ ഐഫോണിൻ്റെ ലൈനപ്പിൽ ഡ്യുവൽ ക്യാമറ വന്ന ആദ്യത്തെ ഡിവൈസ്. ഡ്യുവൽ ക്യാമറ മാത്രമല്ല, സ്റ്റീരിയോ സ്പീക്കേഴ്സ്, പിന്നെ വാട്ടർ റെസിസ്റ്റൻസ് അല്ല വാട്ടർ റിപ്പലൻ്റ് ആണെന്ന് തോന്നുന്നു. ഈ പറഞ്ഞ 3 ഫീച്ചേഴ്സും, അതായത് ടോപ്പ് നോച്ചിൽ കൊണ്ടുവന്ന ആദ്യത്തെ ഡിവൈസ് iPhone 7 Plus. അടുത്ത ഡിവൈസ്, അതായത് അഞ്ചാമത്തെ ഡിവൈസാണ് iPhone XS എന്ന് പറയുന്നത്. iPhone 10 ആണ് ഞാൻ പിന്നെ പ്രിഫർ ചെയ്യുക. iPhone 10 പറയാൻ കാരണം നമ്മുടെ ജോണി ഐവ്, അതായത് ഡിസൈനർ, ഏറ്റവും ടോപ്പ് നോച്ചായിട്ട് നിങ്ങളുടെ ഡിസൈനറാണ് ആപ്പിളിൻ്റെ. ഇപ്പം നമ്മുടെ ആ ഒരു പൊസിഷനിൽ നിന്ന് റിട്ടയർ ആയി. പക്ഷേ ജോണി ഐവിൻ്റെ ആ ഒരു വൺ ഓഫ് ദ മാസ്റ്റർ പീസ് ഡിസൈൻ ആയിരുന്നു iPhone 10 എന്ന് പറയുന്നത്. ഫുൾ ഡിസ്പ്ലേ വരുന്ന ഒരു ഡിസൈനാണ് ഈ പറഞ്ഞ iPhone 10ൽ നമുക്ക് ലഭിക്കുന്നത്. അതേപോലെ iPhone 10ൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഉള്ളിൽ ചെറിയൊരു കേർവ് ഉണ്ടായിട്ട് ഒരു ഡിസ്പ്ലേ ആണ്. നമുക്ക് ആ ഒരു iPhone Xൻ്റെ iPhone 10ൻ്റെ
ആ ഒരു വീഡിയോയിൽ നമുക്ക് എന്തായാലും ആ ഒരു ഡിസ്പ്ലേയുടെ കേർവ് ആപ്പിൾ ഒഫീഷ്യലി കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ഇപ്പോൾ പറയുന്ന ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷണറി ഒരു ഹിസ്റ്റോറിക്കൽ ഡിവൈസ് എന്ന് പറയുന്നത്. ഈ ഒരു ഡിവൈസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു ഫോൺ കൊടുക്കുകയോ കളയുകയോ ചെയ്യരുത്. ബാക്കി ഇപ്പോൾ വന്ന 14, 13, 12, 11 എന്തുകൊണ്ട് ഞാൻ പറയുന്നില്ല? 11 പ്രോയിലല്ലേ ഏറ്റവും ആദ്യത്തെ 3 ക്യാമറ വന്നത് എന്നൊക്കെ ചോദിക്കുന്നവർ. ഇപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ 11ഉം നമ്മുടെ 12ഉം 13ഒക്കെ ഇപ്പോൾ പ്രസൻ്റ്ലി എല്ലാവരുടെയും കയ്യിലുണ്ട്. ഈ പറഞ്ഞ 5S, 5, 4S, 6S ഈ പറഞ്ഞ ഡിവൈസും 7+ ഒന്നും ഇപ്പോൾ ആൾക്കാരുടെ കയ്യിൽ പൊതുവേ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഹിസ്റ്റോറിക്കൽ ഡിവൈസ് ലിസ്റ്റിൽ ഈ പറഞ്ഞ ഡിവൈസുകൾ ഗണപ്പെടുത്തിയത് അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്ത്. ഇനി ഞാൻ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഡിവൈസുകൾ പറയുകയാണെങ്കിൽ നമ്മുടെ iPhone 8. നമ്മുടെ ആപ്പിൾ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് വയർലെസ് ചാർജിങ് കൊണ്ടുവന്ന ഡിവൈസാണ് iPhone 8. വയർലെസ് ചാർജിങ് മാത്രമല്ല പോർട്രേറ്റ് ലൈറ്റിങ്ങും കൊണ്ടുവന്നത് iPhone 8ലാണ്. പിന്നീട് iPhone 11 Pro ആദ്യമായിട്ട് ടെലിഫോട്ടോയും 3 ലെൻസും കൊണ്ടുവന്ന ഫോണാണ് iPhone 11 Pro എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിൽ സ്ലോ മോഡ് കൊണ്ടുവന്നതാണ് iPhone 11 എന്ന് പറയുന്നത്. ഈ 12, 13 മാക്സ് സേഫ്, പിന്നെ ഡോൾബി വിഷൻ റെക്കോർഡിങ്, 48 MP ക്യാമറ എന്ന് പറഞ്ഞാൽ കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതൊന്നും ഇപ്പോഴും ഹിസ്റ്റോറിക്കലായിട്ടില്ല. ഇനി ഇത് ഹിസ്റ്റോറിക്കലാവണമെങ്കിൽ ഒരു 10-15 കൊല്ലം കഴിയുമ്പോൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 10 കൊല്ലം കഴിയുമ്പോൾ ഞാൻ ഇതേ സെയിം വീഡിയോ ഹിസ്റ്റോറിക്കലാകുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഡിവൈസ് ലിസ്റ്റൊക്കെ വെക്കാം. ഇപ്പോൾ പ്രസൻ്റ്ലി അതൊന്നും ഹിസ്റ്റോറിക്കലാവാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഡിവൈസുകളും എൻ്റെ പേഴ്സണൽ പെർസെപ്ഷൻ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഡിസിഷൻ പറഞ്ഞാണ്. എല്ലാവർക്കും അത് ഡൈജസ്റ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എല്ലാവരോടും ഞാൻ പ്രത്യേകം പറയുകയാണ്, എൻ്റെ മാത്രം താല്പര്യം, എൻ്റെ മാത്രം ഒരു കാഴ്ചപ്പാടാണ് ഈ ഒരു ഡിവൈസ് ഞാൻ പറഞ്ഞത്. അതേപോലെ ഇനി ഞാൻ 6S പറഞ്ഞില്ല എന്ന് കുറച്ച് പേര് പറയും. 6S പറയാത്ത വേറെ ഒന്നുമില്ല, അതൊരു ഹിസ്റ്റോറിക്കൽ ഫോൺ അല്ലാത്തതുകൊണ്ടല്ല. അതിനെക്കാട്ടും കുറച്ചുകൂടി ബെറ്ററായ കാര്യങ്ങൾ ഈ പറഞ്ഞ 7+ലും 5Sലും ഒക്കെ വന്നുകൊണ്ടാണ് ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷണറി ഡിവൈസായിട്ട് ഞാൻ പറഞ്ഞത്. 6S എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഡിവൈസ്, ഇപ്പോഴും അതെ ഫാൻ ബേസുള്ള ഡിവൈസാണ് iPhone 6S സിൽവർ കളർ മോഡൽ. അതേപോലെ iPhone 7ഉം 7+ൻ്റെയും ഏറ്റവും ഐക്കോണിക്കായ ഒരു എന്താ പറയുക ഐക്കോണിക് സിമ്പിൾ എന്ന് പറയുന്നതാണ് iPhone 7ൻ്റെയും 7+ൻ്റെയും കളർ എന്ന് പറയുന്നത്. ജെറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള കളർ. നമ്മുടെ 14 Pro ഇറങ്ങിയിട്ടും പേർപ്പിളും ആൽഫിൻ ഗ്രീനും പല കളേഴ്സ് ഇറങ്ങിയിട്ടും ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള കളറാണ് iPhone 7ൻ്റെയും 7+ൻ്റെയും ജെറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞ കളർ. ഈ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്കൊരു ഹിസ്റ്ററി പോലെ എടുത്തു വെക്കാം. അതേപോലെ എല്ലാ ആപ്പിൾ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. കാരണം എല്ലാ ആപ്പിൾ യൂസേഴ്സും ഇത് അറിയണം എന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇടുന്നത്, കറക്റ്റായിട്ട് നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് ആപ്പിൾ ഹിസ്റ്ററി അറിയണം, ആപ്പിൾ യൂസേഴ്സ് ആണെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോ കാണുകയും വേണം, ഷെയറും ചെയ്യണം. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ വീഡിയോയുടെ സ്ക്രീനിന് താഴത്തേക്കാക്കിയിട്ട് തൊട്ടപ്പുറത്തെ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ തന്നെ ഞെക്കിക്കോ. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കും കൂടെ എന്തായാലും എനേബിൾ ചെയ്യണം, മറന്നു പോകരുത്. അതോടൊപ്പം ഞാൻ നിങ്ങളെ ഒന്നുകൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. അതല്ല നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ നിങ്ങൾക്ക് അപ്ഡേഷൻസ് അറിയെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ടതാത് കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻ Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Evika.